എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 18 റിവ്യൂ ആണ്. ആദ്യം തന്നെ ഇന്ന് നടന്നിട്ടുള്ള പണിപ്പുരയിലേക്ക് നടന്ന 4ാമത്തെ ടാസ്കിനെ പറ്റി പറയുകയാണ്. ഒരു സംശയമില്ല, ഞാൻ അനീഷിന്റെ ഭാഗത്താണ്. അനീഷാണ് ഈ ടാസ്കിൽ ശരിയെന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതിനുള്ള കാരണങ്ങൾ: ഒന്നാമത്തെ കാരണം, അനീഷ് ആ കാർഡ് വായിക്കുമ്പോൾ തന്നെ ഇപ്പോൾ മുതൽ ഈ സീസൺ അവസാനിക്കുന്നത് വരെ മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ബിഗ് ബോസ് പറയുന്നത് ടാസ്ക് തുടങ്ങിയിട്ടില്ല, അനീഷിന് സംസാരിക്കാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ടാസ്ക് ആരംഭിക്കുന്നത് മുതൽ ഈ സീസൺ അവസാനിക്കുന്നത് വരെ എന്നെഴുതണമായിരുന്നു. മാത്രമല്ല, ഇത് 7ന്റെ സീസണാണ്. തൊട്ട് മുമ്പ് കൊടുത്ത ടാസ്കിൽ വരെ തേച്ചു വിട്ട ബിഗ് ബോസിനെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ബിഗ് ബോസ് പറഞ്ഞ അനുസരിച്ചിട്ട് അനീഷ് പോയി സംസാരിച്ചാൽ പറയും ഈ ടാസ്ക് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു, അനീഷിനോട് ഇപ്പം മുതൽ സംസാരിക്കരുതെന്നല്ലേ പറഞ്ഞതെന്ന് പറയും. ഇനി രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ 3 പേരും ഒരേപോലെ അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്കുകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ 1000 പോയിന്റ്സ് കിട്ടുള്ളൂ എന്ന് ബിഗ് ബോസ് എടുത്തു പറയുന്നു. ജിസേലിന് കിട്ടിയിട്ടുള്ളത് മുടി ഇപ്പോൾ തന്നെ മുണ്ടനം ചെയ്യാന്നുള്ളതാണ്. ആര്യന് കിട്ടിയിരിക്കുന്നത് ഒരു ചെറിയ ഗ്ലാസ്സിൽ ജ്യൂസ് കൊടുത്തിട്ടുണ്ട്, അത് കുടിച്ചു തീർക്കുക എന്നുള്ളതാണ്. ഈ 2 പേരുടെ ടാസ്കുകളും ഇപ്പോൾ തന്നെ പൂർത്തിയാക്കാം. പക്ഷേ ഈ 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഈ സീസൺ മുഴുവൻ മിണ്ടാതിരിക്കണമെന്നുള്ള ടാസ്ക് പൂർത്തിയാക്കും? അതായത് ആര്യനോ ജിസേലോ മുടി മുറിച്ചാലും അനീഷ് സംസാരിച്ചാലും ഈ ടാസ്ക് റദ്ദാക്കപ്പെടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബിഗ് ബോസ് പറഞ്ഞതിനനുസരിച്ചിട്ട് അനീഷ് പോയി ഇവരുടെ ഡിസ്കഷനിൽ പങ്കെടുത്താലും ഈ ടാസ്ക് റദ്ദാവും, ഇവർ 2 പേരിൽ ആരെങ്കിലും മുടി മുറിച്ചാലും ഈ ടാസ്ക് റദ്ദാവും. എന്ന് പറഞ്ഞാൽ ഇവർക്ക് 2 പേർക്കും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ അനീഷ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? അത് പൂർത്തിയാക്കാൻ കഴിയില്ലല്ലോ. ഒരു സീസൺ മുഴുവൻ സംസാരിക്കരുതെന്നല്ലേ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഈ ആര്യൻ്റെയും ജിസേലിൻ്റെയും ഭാഗത്ത് എന്തെങ്കിലും തരത്തിലൊരു പോസിറ്റീവ് ഇത് പറയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ മുടി മുറിക്കാതിരുന്നത് എന്തുകൊണ്ട് നന്നായി എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ അവരുടെ കഴിവ് കൊണ്ടോ അവർ ഇത്തരത്തിലൊരു ആംഗിളിൽ ചിന്തിച്ചത് കൊണ്ടൊന്നുമല്ല. അവർക്ക് ആ മുടി മുറിക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു, അവരുടെ സൗന്ദര്യം കളയാനായിട്ട് അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഈ പറയുന്ന ഹ്യൂമാനിറ്റിയൊക്കെ വെറും പറച്ചിലാണെന്നുള്ളത് ഇന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അവർ മുടി മുറിച്ചു കഴിഞ്ഞാൽ ഉടനെ ബിഗ് ബോസ് ചോദിക്കും അപ്പോഴും ഈ ടാസ്ക് പൂർത്തിയാക്കിയിട്ടില്ലല്ലോ, കാരണം സീസൺ മുഴുവനും മിണ്ടാതിരുന്നാലല്ലേ നിങ്ങൾക്ക് 1000 പോയിന്റ്സ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും തേയും, മുടിയും പോകും. അതുകൊണ്ട് ബിഗ് ബോസ് ഈ ടാസ്ക് കൊണ്ട് എന്ത് തന്നെ ഉദ്ദേശിച്ചാലും ഇന്ന് അനീഷ് കളിച്ച ഗെയിമിനോടാണ് എനിക്ക് യോജിപ്പ്. ഇനി എപ്പിസോഡിലേക്ക് വന്നാൽ, രാവിലെ തന്നെ അനീഷും ഷാനവാസും തമ്മിലുള്ളൊരു ഫൈറ്റാണ് കാണിക്കുന്നത്. ഷാനവാസ് കറക്റ്റായിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അനീഷിൻ്റെ പരാതി. തലേ ദിവസം രാത്രി കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തില്ല, വേസ്റ്റൊക്കെ അവിടെ നിന്ന് മാറ്റിയില്ല എന്നുള്ളതാണ് അനീഷ് പറയുന്നത്. അതൊക്കെ ക്യാമറയിൽ ഇങ്ങനെ സൂം ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. വേസ്റ്റിൽ ഈ കവറിൽ കെട്ടി അവിടെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നതും വേസ്റ്റ് ബിൻ നിറഞ്ഞിരിക്കുന്നതും ഒക്കെ ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നു അത് ഷാനവാസിൻ്റെ ഡ്യൂട്ടിയാണ്, ഷാനവാസ് അത് ചെയ്യാറില്ല. എല്ലാ ദിവസവും അനീഷാണ് അത് ചെന്ന് ഈ വേസ്റ്റ് കവർ എടുത്തുകൊണ്ട് പോയി സ്റ്റോർ റൂമിൽ വെക്കേണ്ടതും ഈ വേസ്റ്റ് നിറഞ്ഞിരിക്കുന്ന വേസ്റ്റ് ബിൻ ക്ലീൻ ആക്കുന്നതൊക്കെ അനീഷാണ്, ഷാനവാസ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ രാവിലെ ഷാനവാസ് അവൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യണം എന്ന് അനീഷ് പറയുന്നു. ഷാനവാസ് പറയുന്നു ഇന്നലെ രാത്രി ഒണിയിൽ കുളിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അവനും പോയി എല്ലാവരും കുളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോയിട്ട്, ഞാനും അതായത് ഷാനവാസും സരികയും പോയിട്ട് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടത് എന്ന് സരികയും ഷാനവാസും പറയുന്നു. അപ്പോൾ ഷാനവാസ് ക്യാപ്റ്റനായിട്ടുള്ള ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ വേസ്റ്റ് കവർ കെട്ടിയിട്ട് എവിടെയാണ് കൊണ്ട് വെക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അനീഷ് ചാടി കയറി പറയുന്നുണ്ട് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, അവൻ അത് എവിടെയാണ് വെക്കേണ്ടതെന്ന് പോലും ഇത്രയും നാളായിട്ടും അറിയില്ല. അവൻ ബാത്റൂം ക്യാപ്റ്റനാണ്, ഒരു ജോലിയും ചെയ്യാതെ ഫ്രോഡ് കളിക്കാൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ അനീഷ് പറയുന്നു. അതിനുശേഷം ശാരികേനെ കളിയാക്കിയിട്ട് പാട്ട് പാടുകയാണ് അക്ബർ. ശാരിക ഓന്താണ്, വിഷാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ കളിയാക്കിയിട്ട് പാട്ട് പാടുകയാണ്. പിന്നീടാണ് അനുമോള് കിച്ചൻ്റെ സ്ലാബിൽ കയറി ഇരുന്നിട്ട് ഉപ്പുമാവ് ഇളക്കുകയാണ്. അപ്പോൾ ബിന്നിയും ശൈത്യമൊക്കെ കൂടെ അതിനെതിരെ പറയുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇറങ്ങി താഴെ ഇരിക്കുന്നു പറയുമ്പോൾ അനുമോള് പറയുന്നു ഹൈറ്റ് ശരിയാവുന്നില്ല, എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അവിടെ ഹൈറ്റുള്ള ആൾക്കാരെ വിളിച്ച് ഇളക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അപ്പം അനുമോള് പറയുന്നു ടോയ്ലറ്റിൽ പോയിട്ട് മര്യാദയ്ക്ക് വെള്ളം ഒഴിക്കാത്ത ആൾക്കാരാണ് എന്നെ പഠിപ്പിക്കാൻ വരുന്നതെന്ന് പറയുമ്പോൾ അക്ബർ പാഞ്ഞ് അനുമോളുടെ അടുത്തേക്ക് പോയിട്ട് ആരടി വെള്ളം ഒഴിക്കാത്തത്, നീ കണ്ടോ വെള്ളം ഒഴിക്കാത്തത്, നീ കണ്ടോടി വെള്ളം ഒഴിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് അക്ബർ അനുമോളുടെ നേരെ. പിന്നീടാണ് ഇവരുടെ പണിപ്പുരയിലേക്കുള്ള പ്രവേശനം, ആദ്യത്തെ ടാസ്ക്, 3ാമത്തെ ടാസ്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അടുക്കളയിൽ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ബിഗ് ബോസ് ഇവരോട് ചോദിക്കുന്നു. ഇവർ പറയുന്നു അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന്. അപ്പോൾ അത് മതിയോ? എത്ര നാളായി നിങ്ങളിങ്ങനെ ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് നിങ്ങളെ പ്രേക്ഷകർ കാണുന്നത്, നിങ്ങൾക്ക് ഇതിനകത്തുനിന്നൊരു മാറ്റം വേണ്ടേ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു മാറ്റം വേണമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, അവർ ഇപ്പം ജീവിക്കുന്ന ഒരു സ്റ്റൈലിൽ
അഡ്ജസ്റ്റ് ആയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവർ ഇപ്പം കിട്ടുന്ന ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിച്ചു, ഇപ്പോൾ ഉള്ള ഡ്രസ്സ് ഇട്ട് ജീവിക്കാൻ പഠിച്ചു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടാസ്കുകളിലൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് അത്ര വലിയൊരു ഇൻട്രസ്റ്റ് കാണിച്ച് അവർ ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ മൂന്നാമത്തെ ടാസ്ക് കൊടുക്കുന്നത് ഈ വീടിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായിട്ടുള്ള, എല്ലാം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളെയാണ് ഈ ടാസ്കിലേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. എല്ലാവരുടെയും പേരെഴുതി ഒരു കുടം പോലെ ഇരിക്കുന്ന ഒരു ഇതിലിട്ടിട്ട് നറുക്കെടുക്കുകയാണ്. അങ്ങനെ എടുത്തിട്ടുള്ളത് ആദിലേൻ്റെയും നൂറേൻ്റെയും പേരാണ്. അപ്പോൾ അവരാണ് ഈ ടാസ്ക് ചെയ്യാനായിട്ട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇതിൽ ഇവർ മാത്രമായിരിക്കില്ല എല്ലാം ത്യജിക്കേണ്ടി വരുന്നത്, വീട്ടുകാർക്കും ത്യജിക്കേണ്ടി വന്നേക്കാം എന്ന് പറയുന്നു. അങ്ങനെ ഇവർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു. അവിടെ 4 കാർഡുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, 4 സ്റ്റാൻഡുകളിലായിട്ട്. ആദ്യത്തെ കാർഡിൽ നിങ്ങൾ ഈ ടാസ്ക് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ തയ്യാറാണ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ടാസ്കിൽ ഫാമിലി വീക്ക് വരാൻ പോവുകയാണ്, നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നു ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്ന് പറയുന്നു. മൂന്നാമത്തേതിൽ ഈ ഫാമിലി വീക്കിൽ ആരുടെയൊക്കെ ഫാമിലി വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ശരത്തേട്ടൻ്റെ വരണം. അപ്പോൾ ശരത്തിന് ഭയങ്കര സന്തോഷം. അതിനിടയ്ക്ക് ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാനവാസ് ഇങ്ങനെ മുഖം പൊത്തിയിരിക്കുന്നുണ്ട്, അനുമോൾക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ കൊള്ളാമെന്നുള്ളതുപോലെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ രേണുവിനെയും റെനേനെയും തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷം കൊണ്ട് റെന അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ടും കരയുന്നുണ്ട്. അങ്ങനെ ഇവർ 4ാമത്തെ കാർഡ് എടുക്കുകയാണ്. അപ്പം 4ാമത്തെ കാർഡിൽ ഈ നിങ്ങളിപ്പോൾ തിരഞ്ഞെടുത്ത ഈ വീട്ടുകാർ വരണോ അതോ നിങ്ങൾക്ക് 750 പോയിൻറ്റ്സ് വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് കൺഫ്യൂഷനായി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അതിൽ ആദില പറയുന്നു, വീട്ടുകാർ വരട്ടെ, അതല്ലേ എല്ലാവർക്കും ഒരു സന്തോഷം. അപ്പം നമുക്കാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരണമെന്ന് നമ്മളും ആഗ്രഹിക്കില്ലേ. അപ്പോൾ വരുന്നതല്ലേ നല്ലത്, അതൊരു നല്ല മൊമെൻ്റ് ആയിരിക്കുമല്ലോ. നമുക്ക് വീട്ടിൽ പോയാലും ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അത് നല്ലൊരു മൊമെൻ്റായിട്ട് ചിന്തിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ആദില പറയുന്നുണ്ട്. അപ്പം 100 ഇടയ്ക്ക് ഭക്ഷണം എടുക്കണോ എല്ലാവരും, അതും പ്രതീക്ഷിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനേക്കാട്ടിലും നല്ലത് ഫാമിലീനെ ചൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നു. അങ്ങനെ 750 പോയിൻറ്റ്സ് വേണ്ട, ഫാമിലി വന്നാൽ മതി എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു നിങ്ങൾക്ക് വീട്ടുകാരുമായിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഇവർ വന്ന ഉടനെ ഇവർക്ക് നല്ല ഭയങ്കരമായിട്ട് സന്തോഷത്തോടെയാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. കാരണം ശരത്തായാലും റെനെ ആയാലും അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പറയുന്നു 750 പോയിൻറ്റ്സ് വേണ്ട, ഫാമിലി മതി. അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കുമ്പോഴും എനിക്ക് ഒരു മതിപ്പ് തോന്നി ഇവരുടെ അടുത്ത്. ഇവർ ഈ കാര്യങ്ങൾ ഫാമിലി വേണോ 750 പോയിൻറ്റ് വേണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അക്ബറും റെന, ബിന്നി, സരിക എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ റെന ബിന്നീൻ്റെ അടുത്ത് ചോദിക്കുന്നു, ചേച്ചിക്കാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിയിരുന്നെങ്കിൽ ചേച്ചി എന്തെടുത്തേനെന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് ഫാമിലീനെ ആയിരിക്കും തിരഞ്ഞെടുക്കുക, പട്ടിണി കിടന്നാലും വേണ്ടില്ല ഫാമിലി വരണം എന്നായിരിക്കും തിരഞ്ഞെടുക്കുക എന്ന് ബിന്നി പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നു ഞാനാണെങ്കിൽ സരിക ചേച്ചിയുടെ ഫാമിലി വരണം എന്ന് പറഞ്ഞേനെന്ന്. അപ്പോൾ റെന പറയുന്നു ഞാനാണെങ്കിൽ പറയില്ല, കാരണം ഈ ആഴ്ച പോകുമല്ലോ എന്ന്. അപ്പോൾ സരികയ്ക്ക് വിഷമാവുന്നു, സരിക കരയുന്നു. എനിക്ക് അവരെ കാണണമെന്നുള്ളത് കൊണ്ടല്ല, പക്ഷേ എൻ്റെ മോന് ഏറ്റവും വലിയ ആഗ്രഹം ബിഗ് ബോസിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ 100 അവിടെ നിന്നിട്ട് പറയുന്നത് എന്നാൽ അത് ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് 4ാമത്തെ ടാസ്ക് കൊടുക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു കഴിഞ്ഞ ടാസ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റിയതുപോലെ എനിക്ക് തോന്നുന്നു. കാരണം എന്നോ വരാനുള്ള ഫാമിലി വീക്കിൽ 10ാമത്തെയോ 11ാമത്തെയോ വീക്കിൽ മാത്രം നടക്കുന്ന ഈ ഫാമിലി വീക്കിനെ പറ്റിയിട്ട് ഇപ്പോഴേ നിങ്ങൾ ചിന്തിച്ച് 750 പോയിൻറ്റ്സ് നഷ്ടപ്പെടുത്തിയത് എന്തിനാണ്? അന്ന് ആരൊക്കെ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് പ്രേക്ഷകർക്ക് മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ബിഗ് ബോസ് എന്താണ് അവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഇവരുടെ ത്യാഗം എന്നുള്ളതിനെ അളന്നതാണ്, അതിനെ ചോദ്യം ചെയ്തതാണ്. അപ്പോൾ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ വികാരപരമായിട്ട് മാത്രം ചിന്തിച്ചിട്ട് 750 പോയിൻറ്റ്സ് വേണ്ടാന്ന് വെച്ചു എന്നുള്ളത്. ഫാമിലി വേണോ 750 പോയിൻറ്റ്സ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ അടുത്തെങ്ങാനും ഫാമിലി വീക്ക് ഉണ്ടാവുമോ എന്നുള്ളത് അവർ ചോദിച്ചതുമില്ല. കാരണം ഇമോഷണലായിട്ട് തന്നെ കാര്യങ്ങൾ എടുത്തു. അപ്പോൾ ഈ വന്നിരിക്കുന്ന ടാസ്കിൽ, ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ 4ാമത്തെ ടാസ്കിൽ എന്തും ചെയ്യാൻ ധൈര്യമുള്ള 3 പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. എന്ത് പറഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ധൈര്യശാലികളായിട്ടുള്ള 3 പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ബിഗ് ബോസ് പറയുന്നു. അങ്ങനെ വോട്ടെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. 10 വോട്ടുകൾ വീതം 3 പേർക്കായിട്ട് കിട്ടി, അനീഷിനും ജിസേലിനും ആര്യനും. ഈ ആര്യനെയും ജിസേലിനെയും എപ്പോഴും തിരഞ്ഞെടുക്കുന്നതിനോട് അഭിലാഷിന് യോജിപ്പില്ല. അപ്പോൾ
ആര്യനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ചിരിക്കുന്നുണ്ട്. ഇപ്പം വേറെ ആൾക്കാർ വന്നിട്ട് ആര്യൻ്റെ പേരൊഴിച്ച് വേറെ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ ആര്യൻ അവിടെ ഇരുന്ന് കളിയാക്കി പുച്ഛത്തിൽ ചിരിക്കുകയാണ്. എല്ലാ ടാസ്കും ഫിസിക്കൽ ടാസ്കൊക്കെ ആര്യനേ പറ്റുള്ളൂ എന്നുള്ളൊരു മട്ടിൽ. അപ്പം അതിനെ അഭിലാഷ് ചോദ്യം ചെയ്യുന്നുണ്ട്, നീ എന്തിനാടാ ചിരിക്കുന്നത്, നീ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്തിനാടാ ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇവരെ 3 പേരെയും തിരഞ്ഞെടുത്തു. ഇവർ 3 പേരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോന്നു. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നു, ഒരു പേടിയില്ല ബിഗ് ബോസ് എന്ന്. ആര്യൻ പറയുന്നു, പേടിയുണ്ട് ബിഗ് ബോസ് എന്ന്. അങ്ങനെ ഇവർക്ക് 3 സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 3 കാർഡുകളും വെച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ കാർഡ് എടുത്ത് വായിക്കാനായിട്ട് പറയുന്നു. അനീഷാണ് ഒന്നാമത് നിൽക്കുന്നത്. അനീഷ് എടുത്ത് വായിക്കുന്നു, ഇപ്പോൾ മുതൽ ബിഗ് ബോസ് സീസൺ അവസാനിക്കുന്നത് വരെ മിണ്ടാൻ പാടില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ ലിവിങ് റൂമിൽ അവർക്ക് TV-യിൽ കൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അനീഷ് മിണ്ടാതിരിക്കുമല്ലോ, കൈയടിച്ച് ഭയങ്കര സന്തോഷ പ്രകടനം എല്ലാവരും. രണ്ടാമത്തത് ആര്യൻ്റെ അടുത്ത് വായിക്കാൻ പറയുന്നു. അപ്പോൾ ആര്യന് വായിക്കാൻ അറിയില്ലല്ലോ, മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. ആര്യൻ അനീഷിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ അനീഷ് ആ സെക്കൻഡിൽ വായടച്ചതാണ്. ആ ലെറ്റർ വായിച്ച് അപ്പം വായടച്ചതാണ്. അനീഷ് വായിക്കുന്നില്ല. അപ്പോൾ വീട്ടിലിരിക്കുന്നവർ പറയുന്നുണ്ട്, അനീഷ് ചേട്ടന് വായിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം ഓൾറെഡി ഇപ്പോൾ മുതൽ മിണ്ടരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അവർ. അങ്ങനെ ബിഗ് ബോസ് പറയാണ്, അനീഷ് ഇപ്പോൾ സംസാരിക്കാം, ടാസ്ക് ലെറ്റർ വായിക്കൂ, ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള സമയമാണ് എന്ന്. പക്ഷെ ബിഗ് ബോസിനെ എങ്ങനെ വിശ്വസിക്കും? ഇവർ വന്ന ആഴ്ച മുതൽ, ആദ്യത്തെ ആഴ്ച മുതൽ ഇപ്പം വരെ പറഞ്ഞ വാക്ക് അപ്പം തന്നെ മാറ്റി പറയുകയും ഇവരെ കുഴപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ബിഗ് ബോസ്. കഴിഞ്ഞ ടാസ്കിൽ വരെ ഇവരെ തേച്ച ആളാണ്. അപ്പോൾ ബിഗ് ബോസ് ഈ ടാസ്ക് ഒന്ന് ഔട്ടാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്നാണ് ഞാനും വിചാരിച്ചത്. അനീഷും അതുപോലെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. അനീഷ് ആര് പറഞ്ഞിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല. അവസാനം ബിഗ് ബോസ് പറയുന്നു, ലിവിങ് റൂമിൽ നിന്ന് വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഈ ടാസ്ക് വായിച്ചു കൊടുക്കാൻ. അങ്ങനെ ശരത്ത് വന്നിട്ട് ആര്യൻ്റെ ടാസ്ക് ലെറ്റർ വായിക്കുന്നു. തന്നിരിക്കുന്ന ജ്യൂസ് മുഴുവനും ഒറ്റയ്ക്ക് കുടിച്ചു തീർക്കുക എന്നുള്ളത്. മൂന്നാമത്തത് ജിസേലിൻ്റെതാണ്. ജിസേലിന് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ തല മുണ്ഡനം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ശരത്ത് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഈ 3 എണ്ണത്തിൽ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, അത് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കൂ എന്നുള്ളത്. പക്ഷേ അനീഷ് ഒരു അക്ഷരം മിണ്ടുന്നില്ല. എങ്ങനെ മിണ്ടും? ഇപ്പോൾ മുതൽ മിണ്ടരുതെന്നാണ് ആ ടാസ്ക് ലെറ്ററിൽ എഴുതിയിരുന്നത്. ഈ ബിഗ് ബോസ് തിരിപ്പിക്കാൻ വേണ്ടി പറയുകയാണോ എന്നുള്ളത് അറിയില്ലല്ലോ, കാരണം അങ്ങനെ ചീറ്റ് ചെയ്തിട്ടുള്ള, ഇവരെ പറ്റിച്ചിട്ടുള്ള ആളാണ്. അപ്പം ജിസേൽ പറയുന്നുണ്ട്, അനീഷ് ബിഗ് ബോസ് പറയുന്നുണ്ട്, മിണ്ടാൻ പറയുന്നുണ്ട് എന്ന്. കാരണം ഈ തല മുണ്ടനം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ ജിസേലിൻ്റെ ആര്യൻ്റെയും കിളി പോയി. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഇത് ചെയ്യാനായിട്ട് താല്പര്യമില്ല. ജിസേൽ ആര്യനെയും ചെയ്യാൻ സമ്മതിക്കത്തില്ല, ആര്യൻ ജിസേലിനെയും ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്നാൽ ഇവർക്ക് 2 പേർക്ക് ഇത് അനീഷ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഇവർ 2 പേരും അനീഷിനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ മണ്ടനാണ്, ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവന് വോട്ട് ചെയ്യുന്ന, ആര്യൻ പറയാണ്, ഇവന് വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരോടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ മണ്ടനാണ് വോട്ട് ചെയ്യുന്നത്, ചെയ്യാതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇവർ കുറേ നേരം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലുള്ളവർക്കും ഒരു കൺഫ്യൂഷനായി. കാരണം ഓൾറെഡി ബിഗ് ബോസ് 2-3 പ്രാവശ്യം ഇത് ഡിസ്കസ് ചെയ്യാം, ടാസ്ക് തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ ആര്യൻ്റെ ടാസ്ക് ലെറ്ററിൽ മാത്രമാണ്, ടാസ്ക് വായിച്ചപ്പോൾ മാത്രമാണ് പറയാം ഇപ്പോൾ കുടിക്കരുത് എന്ന്, അതായത് ജ്യൂസ് ഇപ്പോൾ കുടിക്കരുത്, പറയുമ്പോൾ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ജിസേലിന് കൊടുത്തിരിക്കുന്ന ടാസ്ക് ലെറ്ററിലും ഇപ്പോൾ തന്നെ തല മുണ്ഡനം ചെയ്യുക എന്നുള്ളതാണ്. അനീഷിന് കൊടുത്തിട്ടുള്ളതും ഇപ്പോൾ മുതൽ സീസൺ അവസാനിക്കുന്നത് വരെ എന്നുള്ളതാണ്. ഈ ത്യാഗം എന്നുള്ളതിനെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ ഇവരുടെ ധൈര്യത്തിനെ ചോദ്യം ചെയ്തു. ധൈര്യമായിട്ട് ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ മറ്റ് 2 പേരും കൂടെ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസ് പറയുമായിരിക്കും, നിങ്ങളുടെ ധൈര്യം തന്നെ വിജയിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് 1000 പോയിന്റ്സ് കിട്ടി എന്നുള്ളത്. പക്ഷേ മറ്റ് 2 പേരും എന്ത് ചെയ്താലും തല മുണ്ടനം ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. ആര്യൻ പറയുന്നു, എന്താ ഞാൻ രൺബീർ കപൂർ എന്നൊക്കെ പറഞ്ഞിരുന്നത് വെറും കപൂറാവും. അപ്പോൾ ശരത്ത് അവിടെ ഇരുന്ന് പറയുന്നു, ഇവൻ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്, ഇവിടെ തമാശയ്ക്ക് പറയുന്നത് എന്ന്. അപ്പോൾ അഭിലാഷ് പറയുന്നു, എന്തായാലും ആര്യൻ തല മുട്ടയടിച്ചേ പറ്റത്തുള്ളൂ, ഇവിടുന്ന് നിങ്ങൾ തന്നെ അല്ലേ വോട്ട് ചെയ്ത് വിട്ടത്, എന്ത് വന്നാലും ഇവിടെ ആര്യനും ജിസേലും മാത്രമേ ഉള്ളൂ ടാസ്ക് ചെയ്യാനായിട്ട്, എല്ലാത്തിനും ഈ ഫിസിക്കൽ എബിലിറ്റി ഉള്ള ആൾക്കാരെ മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യുള്ളൂ, എൻ്റെ പേരെന്തുകൊണ്ടാണ് ആരും പറയാത്തതെന്നുള്ളത് അഭിലാഷ് അവിടെ ചോദിക്കുന്നുണ്ട്. ഏതായാലും വീട്ടിലുള്ളവരെയും ഈ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ വന്ന പാടെ പറയുന്നത് ആര്യൻ എന്തായാലും മുട്ടയടിക്കണം, കാരണം വലിയ വീരവാദമൊക്കെ മുഴക്കി വലിയ ധൈര്യത്തിൽ വന്നതല്ലേ, അപ്പോൾ ഈ വർത്താനം മാത്രം പോരാ, എന്തെങ്കിലും ചെയ്തും കൂടെ കാണിക്കണമെന്ന് പറയുന്നു. ഒന്നെങ്കിൽ ആര്യനോ അല്ലെങ്കിൽ അനീഷോ മുട്ടയടിക്കണം എന്ന് പറയുന്നു. അനീഷ് പക്ഷേ ആ ടാസ്കിൽ തന്നെയാണ്, ഒരക്ഷരം മിണ്ടുന്നില്ല. അനീഷിനെ പറയാവുന്നതൊക്കെ പറഞ്ഞിട്ടും
ഒരക്ഷരം പോലും അനീഷ ഇതിൽ മിണ്ടുന്നില്ല. തുടക്കത്തിൽ എല്ലാവരും ആര്യനെതിരെയാണ് നിന്നിരുന്നത്. കാരണം ആര്യൻ അമ്മാതിരി അഹങ്കാരം കാണിച്ചിട്ടാണ് ഈ ടാസ്ക് ചെയ്യാമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചത്. ഇതിനിടയ്ക്ക് ആര്യൻ്റെ ഗ്യാങ്ങിലുള്ള ശരത്തും അക്ബറും കൂടെ വന്നിട്ട് ഇത് സ്വിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അടിക്കാളിയാന്ന് പറഞ്ഞുകൊണ്ട് ശരത്തും, അല്ല അവന് പകരം ഞാൻ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അക്ബറും വരുന്നു. ഇതേ അക്ബറും കൂട്ടത്തിൽ ഷാനവാസും കൂടെ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് താല്പര്യമില്ല. അതായത് അക്ബർ പറയുന്നു, ഞാനാണെങ്കിൽ ചിലപ്പോൾ മുട്ട അടിച്ചേനെ, പക്ഷേ അവനത് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടൊന്നും പറയുന്നതല്ല, പക്ഷേ അവനങ്ങനെ മുട്ട അടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, ഇത് ക്വിറ്റ് ചെയ്യാമെന്ന്. അതായത് ആര്യന് വേണ്ടിയിട്ട് ഈ ഗെയിം ക്വിറ്റ് ചെയ്യാം, 1000 പോയിന്റ്സ് വേണ്ടാന്ന് പറഞ്ഞ ആളാണ് അനീഷിനെ അറ്റാക്ക് ചെയ്യാനും അത്രയും തെറിയും പറഞ്ഞ് അനീഷിൻ്റെ പുറകെ നടന്നിരുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും റിസ്ക് ഉള്ള പണി ഏറ്റെടുത്തിട്ടുള്ളത് അനീഷാണ്. അതായത് സീസൺ തീരുന്നത് വരെ മിണ്ടരുത് എന്നുള്ളത്. അതിനേക്കാട്ടിലും വലുതല്ല എന്തായാലും ഈ തല മുട്ടയടിക്കുന്നതും ഈ ജ്യൂസ് കുടിക്കുന്നതും. എന്നിട്ടും കുറ്റം മൊത്തം അനീഷിനാണ്. ഇപ്പം ഇതിനിടയ്ക്ക് അക്ബർ വന്നിട്ട് പിന്നെ ആര്യൻ്റെ അടുത്ത് ഇങ്ങനെ ആര്യനെ കയ്യിൽ തട്ടിയിട്ട് വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ അടിക്കാളിയാ, ഞാൻ മുട്ട അടിക്കാം നിനക്ക് വേണ്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കയ്യിൽ തട്ടിയത് ആര്യന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആര്യൻ നീ എന്തിനാ ഇപ്പം എന്നെ അടിച്ചതെന്ന് കുറച്ച് റഫായിട്ട് അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അക്ബർ ഫാമിലി മെമ്പർ അല്ലേ, അപ്പോൾ അക്ബറിനത് വല്ലാതെ ഹർട്ടാവുന്നുണ്ട്. ഒരു മൂലയിൽ പോയി നിൽക്കുമ്പോൾ ഇവരുടെ തന്നെ ഫാമിലിയിലുള്ള ജിസേൽ പോയിട്ട് കാര്യങ്ങൾ കുറച്ചും കൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അവൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നതുകൊണ്ടാണ് ആ ദേഷ്യപ്പെട്ടത് എന്നൊക്കെ. അപ്പോൾ ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു കാര്യം കൂടെ നടപ്പുണ്ട്. അക്ബറിനൊരു പക്ഷേ ട്രിഗറായത് ആര്യൻ ഇത്തരത്തിൽ സംസാരിച്ചതാണോ എന്ന് തോന്നുന്നു. ഏതായാലും ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് ലിവിങ് റൂമിൽ വന്ന സമയത്ത് ബിഗ് ബോസ് പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുത്ത 3 ആൾക്കാർക്കും ധൈര്യശാലികൾക്കും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ടാസ്ക് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 1000 പോയിന്റ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇനി ബാലൻസ് ഉള്ളത് 250 പോയിന്റ്സ് ആണെന്നും പറയുന്നു. ഈ ടാസ്ക് റദ്ദാക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അനീഷ് മിണ്ടാണ്. ഞാൻ ഇത് ടാസ്ക് ലെറ്ററിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പുള്ളി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ശരത്ത്, അഭിഷേക്, അക്ബറൊക്കെ കൂടെ പാഞ്ഞു വന്നിട്ട് അനീഷിനെ വട്ടം കൂടി നിന്നിട്ട് അറ്റാക്ക് ചെയ്യാണ്. അതിൽ ദേഷ്യപ്പെട്ട് അക്ബർ ഒരു തലയണ ഭയങ്കര ദേഷ്യത്തിലും വെറുപ്പിലും അനീഷിൻ്റെ നേരെ എടുത്തെറിയുന്നുണ്ട്. ഇപ്പം ഈ തലയണയ്ക്ക് പകരം വേറെ എന്തെങ്കിലും വസ്തു ആയിരുന്നെങ്കിലോ? ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, വെറുപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അക്ബർ അവിടെ കാണിച്ചു കൂട്ടുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് അനീഷിൻ്റെ അടുത്ത് മാത്രമല്ല, അനുമോളിൻ്റെ അടുത്തും ദേഷ്യപ്പെട്ട് ചെല്ലുമ്പോൾ വായിന്ന് വരുന്നതും പ്രവൃത്തിയൊക്കെ വളരെ മോശമാണ് അക്ബറിൻ്റെ സൈഡിൽ നിന്ന്. അതിനുശേഷം അനീഷ് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, എനിക്ക് കിട്ടിയിട്ടുള്ള ടാസ്ക് ലെറ്ററിൽ ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ്. ഞാനിനി അതവിടെ നിന്ന് നിർത്തിയിട്ട് പോയി ഈ തലമുണ്ടനം ചെയ്യാന്നുള്ളത് എടുത്താലും അവിടെ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ആര്യൻ ഓൾറെഡി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ആ ടാസ്ക് എങ്ങനെ വന്നാലും റദ്ദാക്കും എന്നുള്ളതും അനീഷ് പറയുന്നുണ്ട്. പക്ഷേ അനീഷ് ആയതുകൊണ്ട് തന്നെ അവിടെ ആരും അത് കേൾക്കാൻ തയ്യാറാവണില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അനീഷിനെ പുച്ഛിച്ചും ദേഷ്യത്തിലൊക്കെയാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. രാത്രി ബിന്നിയും ശൈത്യയും നൂറേയും കൂടി ഇരുന്ന് പറയുന്നുണ്ട്. ബിന്നി പറയുന്നുണ്ട്, എനിക്ക് ഇപ്പം ആലോചിച്ചപ്പോഴാണ് അനീഷേട്ടനാണ് ആ ടാസ്ക് കറക്റ്റായിട്ട് ചെയ്തത് എന്ന് മനസ്സിലായത്. കാരണം ആ ടാസ്ക് ലെറ്ററിൽ ഇങ്ങനെ എഴുതിയിരുന്നു. അപ്പോൾ മുതൽ സംസാരിക്കാൻ പാടില്ല എന്ന് എഴുതിയിരുന്നു. അനീഷേട്ടൻ അത് കറക്റ്റായിട്ട് ചെയ്തു. പിന്നെ ഈ സീസൺ മുഴുവൻ സംസാരിക്കരുത് എന്നുള്ളതായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, അനീഷേട്ടൻ നല്ലൊരു മൈൻഡ് ഗെയിമറാണ്, പുള്ളി നന്നായിട്ട് ആ ഗെയിം കളിച്ചു എന്നുള്ളതാണ്. അനീഷ് അവിടെ അങ്ങനെ ഒരു ഗെയിം കളിച്ചതുകൊണ്ട് ആര്യൻ നല്ല വൃത്തിക്ക് എക്സ്പോസ്ഡായി. ഒന്നാമത്തെ കാര്യം. പിന്നെ എന്ത് ടാസ്ക് വന്നാലും, ഈ ഫിസിക്കൽ ടാസ്ക് വന്നാലും ആര്യനല്ലാതെ വേറൊരു ചോയ്സ് അവിടെ ഇല്ല എന്നുള്ളതും പൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഇനി ആരും ആര്യനെ എല്ലാത്തിനും പിടിച്ച് ഇടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഈ ആര്യൻ, അക്ബർ, ജിസേൽ, അപ്പാനി ആ ഗ്രൂപ്പിലും ചെറിയൊരു വിള്ളൽ വന്നിട്ടുണ്ട്. ആര്യൻ ഇന്നിരുന്ന് ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അക്ബറിന് ഇതിനിടയ്ക്കൊന്ന് കൊടുത്തിട്ടുണ്ട്, എല്ലാവരുടെ അടുത്തും കളിക്കുന്നത് പോലെ എൻ്റെ അടുത്ത് കളിക്കാൻ വരരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ആര്യനും ജിസേലും ആയിട്ട് എന്തൊക്കെയോ അവരുടെ ലോകത്തിരുന്ന് അവർ എല്ലാത്തിനെയും ഇങ്ങനെ നമ്മൾ ചെയ്തതാണ് ശരി, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് വൈകുന്നേരം കിച്ചണിൽ നിന്നിരുന്ന ആര്യൻ്റെ കയ്യിൽ നിന്ന് ഈ റിലീജിയസ് ആണ്, അച്ഛനെ ഓർമ്മ വന്നു, അതുകൊണ്ടാണ് തലമുണ്ടനം ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ ആര്യൻ അനുമോളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. എനിക്ക് പെട്ടെന്ന് അച്ഛനെ ഓർമ്മ വന്നു, അപ്പോൾ അതുകൊണ്ടാണ് തല മുറിക്കാത്തതെന്ന്. അപ്പോൾ അനുമോൾ നൈസായിട്ട് ചോദിക്കും, ഒരു 10,000 പോയിന്റ്സ് ഒക്കെയാണ് കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ തലമുണ്ടനം ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നൊരു 10,000 പോയിന്റ്സും 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ആയിട്ട് സമയം കൂട്ടി തന്നാൽ ചെയ്യാമെന്ന്. അപ്പോൾ അനുമോൾ എടുത്ത വൈകും ചോദിക്കുന്നുണ്ട്, അപ്പം നിനക്ക് അച്ഛനോടുള്ള സെൻറ്റിമെൻറ്റ്സ് ഇല്ലേന്ന്. ആര്യൻ
ഇന്ന് പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് ആ ടാസ്കോട് കൂടിയിട്ട്. അതേപോലെ തന്നെ ഈ ആര്യൻ്റെ അടുത്ത് ശരത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. നീ അവിടുന്ന് പിന്നെ മൊട്ടയടിച്ച് ഹീറോ ആവണമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ആര്യൻ തിരിച്ചു ചോദിക്കുന്നത്, ശരിയാണ്, നീ എനിക്ക് രേഷ്മേനെ കാണണ്ട, 750 പോയിന്റ്സ് മതിയെന്ന് പറഞ്ഞിരുന്നത് നീയും ഹീറോ ആയേനായിരുന്നു എന്നൊക്കെ ആര്യൻ തിരിച്ചും പറയുന്നുണ്ട്. അങ്ങനെ അനീഷിൻ്റെ മൈൻഡ് ഗെയിം കൊണ്ട് ഈ ഗ്രൂപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിള്ളൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർ അനീഷ് എന്ന് പറയുന്ന വ്യക്തിൻ്റെ അടുത്ത് കാണിക്കുന്ന വേർതിരിവ് അതിന്ന് വളരെ പ്രകടമായിട്ട് തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അനീഷിൻ്റെ ഭാഗത്ത് ശരിയോ തെറ്റോ എന്തെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് വന്നാലും അനീഷിനെ എന്തും പറയാം, എന്തും ചെയ്യാമെന്നുള്ളൊരു രീതി അവിടെ ഉണ്ട്. വീക്കെൻഡിൽ ഇതൊക്കെ ചോദിക്കുമോ എന്തോന്ന് അറിഞ്ഞുവിടാം. ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.